ഈ സാറ് നാർക്കോട്ടിക് സെല്ലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസ് സംബന്ധമായിട്ട് വളരെ പ്രോബ്ലത്തിലായിരുന്നു. പ്രൊമോഷനുമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അതെല്ലാം മാറിപ്പോയി. ഇപ്പോൾ അതേ പ്രൊമോഷന് വേണ്ടിയുള്ള ആ ഒരു പേപ്പേഴ്സും എല്ലാം ശരിയായി വരുന്നു. എത്ര നാളായിട്ട് ഈ പ്രശ്നമുണ്ട് ബ്രദറിന്? ഈ പ്രശ്നം ഒരു 2 മാസം കൊണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ശമ്പളം എനിക്ക് എൻ്റെ പ്രൊമോഷൻ ശമ്പളം കിട്ടിയിട്ടില്ലായിരുന്നു. സാറ് പോലീസാണോ സർക്കിളാണോ? ഞാൻ ഹെഡ് കോൺസ്റ്റബിളാണ്. ഹെഡ് കോൺസ്റ്റബിൾ. പ്രൊമോഷൻ പ്രയാസമായിട്ടിരിക്കുക. പ്രൊമോഷൻ ആയിരുന്നില്ല. എൻ്റെ ശമ്പളം എനിക്ക് ആ ഗ്രേഡ് അനുസരിച്ചുള്ള ശമ്പളത്തിന് തടസ്സമുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് 13-ാം തീയതി കണ്ണൂർ പോയിരുന്നു. ഞാൻ ചോദിച്ചത് കഴിഞ്ഞ ആഴ്ച ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു സാറ് ഫയലൊക്കെ ആയിട്ടാ വന്നത് കഴിഞ്ഞ ആഴ്ച. യെസ്, ഐ റിമെമ്പർ. കഴിഞ്ഞ ആഴ്ച തന്നെ അത്ഭുതം ഉണ്ടായി. കൈകളടിച്ചിരുന്നല്ലേ ആമേൻ പറഞ്ഞേ. എന്റെ കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യുന്നുണ്ട്. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നപ്പോ വാ. ഈ ചേച്ചി പറയണ 1 മാസമായിട്ട് ചേച്ചിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഷുഗർ കൂടുതലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് പ്രാർത്ഥിച്ചു, ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഷുഗർ നോർമലായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ. സന്തോഷത്തോടെ പോ. വാ ബ്രദറിന് എന്താ ഉണ്ടായേ പറയാമോ? വാസുടെ ഹാർവസ്റ്റ് ചാനലിലെ പ്രോഗ്രാം ഞാൻ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് സാധാരണ ഒരു ചെമയുടെ തൊണ്ടവേദന പോലെ ഒന്നും അല്ല, കാറല്ല, പക്ഷേ എങ്കിലും കഠിനമായി ഒരു തൊണ്ടവേദന ഒരാഴ്ച കൊണ്ട് ഉണ്ടായിരുന്നു. ഫാസ്റ്ററുടെ ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പം ലാസ്റ്റിൽ ഫാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ എല്ലാ വ്യക്തികളും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും TV-യുടെ മുന്നിലോട്ട് കൈനീട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ കൈനീട്ടി പ്രാർത്ഥിച്ചു. എനിക്ക് അന്ന് രാത്രി തന്നെ വിടുതൽ കിട്ടി. അദ്ദേഹം കഴിഞ്ഞ പിറ്റേ ആഴ്ച തന്നെ അദ്ദേഹം വന്നു. അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എന്നാലും അദ്ദേഹം പറഞ്ഞ പിറ്റേ ആഴ്ച മുതൽ ഇവിടെ വരാൻ തുടങ്ങി. തൊണ്ടയ്ക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി. കർത്താവിനെ കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി. താങ്ക് യു വെരി മച്ച്. വരാവോ ചേച്ചി, വരാവോ? കാല് വിണ്ട് കീറി വരുമായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് തന്നെ പിറ്റേന്ന് രാവിലെ തൊട്ട് അവർക്ക് ഇത് സുഖമാക്കി നോക്കി തുടങ്ങി. ഇങ്ങനെയല്ല കാലിന്ന് കീറി ഈ കാല് വിണ്ട് കീറുമായിരുന്നു. എത്ര നാളായിട്ട് വിണ്ട് കീറുമായിരുന്നു? 2 വർഷം കൊണ്ടുണ്ട്. ഒരുപാട് ഓയിൽമെന്റ് ഒക്കെ ഉപയോഗിച്ചാണ് ഒരുപാട് ആശുപത്രി കൊണ്ട്. ഞാൻ ചോദിച്ചത് 2 വർഷമായിട്ട് കാല് വിണ്ട് കീറുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പൂർണ്ണമായിട്ട് മാറിപ്പോയി. അന്ന് തന്നെ മാറിപ്പോയി. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. 2 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ കുഞ്ഞിന്റെ കാല് കണ്ടാൽ അറിയാവേ, മൊത്തം പാടുകളാ വിണ്ട് കയറിയല്ലേ. ഈ അമ്മ പറയുന്നത് പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യം കൊടുത്തു എന്നാണ്. കൈകളടിച്ചൊരു നല്ല ആമേൻ പറയാം. കർത്താവ് കൊടുത്ത അത്ഭുതത്തിനായി സ്തോത്രം. വരും. ചേച്ചിക്ക് എന്താ ഉണ്ടായോ? എനിക്ക് ഒരു അത്ഭുത വിടുതലാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഭയങ്കരമായിട്ട് തലവേദനയായിരുന്നു. ഈ നെറ്റിയുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഇരുന്ന് വീഴുന്നത് പോലെ തലവേദനയായിരുന്നു. കഴിഞ്ഞ 2-ാം തീയതി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അത് പൂർണ്ണമായിട്ട്. എത്ര നാളായിട്ട് തലവേദന ഉണ്ടായിരുന്നു? 5 വർഷമായിട്ടുള്ള തലവേദന മാറിപ്പോയി. കർത്താവിനെ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. വരൂ. ഹല്ലേലൂയ. എന്താ ചേച്ചിക്ക് ഉണ്ടായി പറയാവോ? 13 വർഷമായിട്ട് ടെൻഷൻ എന്ന രോഗം ഉണ്ടായിരുന്നു. ഐ റിമെമ്പർ യു. ഹല്ലേലൂയ. ഈ ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണേ. 13 വർഷമായിട്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്ന ആളാണ്. ടെൻഷൻ എന്ന രോഗം ഉണ്ടായിരുന്ന ആളാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ചേച്ചി ഓർമ്മിക്കുന്നോ? കഴിഞ്ഞ ആഴ്ച ഈ ചേച്ചിയെ ഞാൻ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ആദ്യം വിളിച്ചത് നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നോ? ഹല്ലേലൂയ. ഇന്ന് കഴിഞ്ഞ ആഴ്ച മുതലേ ചേച്ചിയുടെ ആ ടെൻഷൻ എന്ന രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ട് വിടുതൽ കൊടുത്തു. ആമേൻ. കൈകളടിച്ചിരുന്നല്ലേ ആമേൻ പറയാവോ? ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച കർത്താവേ, നിന്റെ മകൾക്ക് കൊടുത്ത അത്ഭുത വിടുതൽ അസാധാരണമായ കാര്യമാണ് കർത്താവേ. നീ കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി കർത്താവേ. താങ്ക് യു വെരി മച്ച്. ഇത് വലിയ 2 ഹീലിംഗ് ആണ്. അതായത് ഒന്ന്, ഈ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു വെയിൽ കൊള്ളുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് ഇത് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇന്നലെ ചേച്ചിക്ക് രാത്രി പ്രാർത്ഥിച്ചു. കാരണം ഇദ്ദേഹം എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുക അദ്ദേഹത്തെ. കാരണം ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലാന്ന് എനിക്കറിയാം. ഇതിന് കുഞ്ഞുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഈ വർഷം കൊച്ചിനെ കൊണ്ടേ പോകത്തുള്ളൂ. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ പനി കയറിക്കൊള്ളും, ജലദോഷം ഉണ്ടാവും. അങ്ങനെ വലിയ പ്രോബ്ലം ആയിട്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ട് അത് മാറിപ്പോയി. പിന്നെ 2-ാമത്തെ ഒരു ഇതുകൂടെ ഉണ്ടായി. ലോണിന്റെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് അടയ്ക്കാൻ. വണ്ടർഫുൾ ജീസസ്. കർത്താവേ, അവിടുത്തെ അത്ഭുത സൗഖ്യത്തിനായി നന്ദി.